പ്രിയരെ, സ്നേഹവന്ദനം. ഞാൻ ഷോർട്ട് വീഡിയോകളാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചുരുക്കം ചില വീഡിയോകൾ ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുമുണ്ട്. കേൾവിക്കാർ കുറവാണ് എങ്കിലും ക്രിസ്തീയതയെ സംബന്ധിച്ചിട്ടുള്ള ചില മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുക എന്നുള്ളതാണ് എൻ്റെ കൊച്ചു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആളുകൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ്റെ ഉടമകളായി തീരണം എന്നതാണ് ഞാനിതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ഈ കൊച്ചു പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ നാളിൽ, അതായത് ഇന്ന് രാവിലെ, ഇന്ന് 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഇന്ന് രാവിലെ ഫാദർ ജോൺസൺ തേക്കടിയിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കേൾക്കാനിടയായി. ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ മനുഷ്യരെ പോലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അതായത് അങ്ങനെ ഒരു ജീവിതം യേശുക്രിസ്തുവിന് സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ അച്ഛൻ ചെയ്തത്. അതായത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ വക്താക്കളായിട്ടുള്ളവരിൽ നിന്നാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനുള്ള മറുപടിയാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം രേഖപ്പെടുത്തിയിട്ടുള്ള ആത്മീക മർമ്മങ്ങളാണ് അതിലുള്ളത്. ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ബൈബിളിലെ ദൈവമായ യഹോവ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു മുഖേന നിത്യരക്ഷ നടപ്പിലാക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ഭൂമിയിൽ കാണും. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം സംബന്ധിച്ച് ദൈവം പറയുന്നത്, അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിൻ്റെ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുത്തുകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: യഹോവ സകലവും തൻ്റെ ഉദ്ദേശ്യത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമസ്ത സൃഷ്ടിജാലങ്ങളെയും ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. യഹോവ അവിടുത്തെ ഉദ്ദേശ്യത്തിനായിട്ടാണ് ഓരോന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. അനർത്ഥ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ദുഷ്ടനെ അങ്ങനെ ആക്കിയിട്ടുള്ളത് എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്, ലക്ഷ്യം നിറവേറിയിട്ടുള്ളതിന്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, ഭൂമിയിലെ മനുഷ്യർ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. നമുക്കറിയാം, നല്ല ബുദ്ധിയുള്ള ആളുകളുണ്ട് സ്ത്രീ പുരുഷന്മാരിൽ. എന്നാൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വൈദ്യശാസ്ത്രം മന്ദതയുള്ള ബുദ്ധി ഉള്ള മനുഷ്യരെന്ന് പറഞ്ഞ് ഒരു വലിയ വിഭാഗത്തെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. മന്ദബുദ്ധികളെന്ന് ചിലപ്പോൾ അതിനെ പറയും. ഞാനങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും നമ്മുടെ സൃഷ്ടാവിനാൽ നിറവേറപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ഈ സെക്സ്, ജെൻഡർ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ സ്ത്രീ പുരുഷൻ മാത്രമല്ല, മനുഷ്യരിൽ തന്നെ ഇങ്ങനെ വ്യത്യസ്ത മാനസിക നിലവാരത്തോടു കൂടിയും ശാരീരികമായ നിലവാരത്തോടു കൂടിയൊക്കെ നമുക്ക് ആളുകളെ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യത്തിലേക്കാണ് ദൈവം എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളിലൂടെയാണ് ദൈവം അത് ആരംഭിക്കുന്നതെങ്കിൽ, അത് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നെ സംബന്ധിച്ചുള്ള ദൈവ ലക്ഷ്യം എന്ന് പറയുന്നത് ആദാമിൻ്റെ സന്തതിയായി ഈ ഭൂമിയിൽ പിറന്ന്
ഒടുക്കത്തെ ആദാമായി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ഗുരുവുമായി സ്വീകരിച്ച്, കർത്താവുമായി സ്വീകരിച്ച് പാപപരിഹാരം നേടിയിട്ട് നിത്യജീവന് പാത്രമായി തീരുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിട്ട് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിശ്വാസധാരയിലേക്ക് കടന്നു വന്ന് പാപസ്വഭാവങ്ങൾ വിട്ടൊഴിഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം, അതായത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയായിട്ട്, സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വിശ്വാസിയായിട്ട് ഭൂമിയിൽ കാണണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ഇനി മറ്റൊരു താല്പര്യം എന്ന് പറയുന്നത്, എന്നെ രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഈ വിശ്വാസം സകല സൃഷ്ടികളെയും അറിയിച്ച് സകല സൃഷ്ടികളോടും പങ്കുവെച്ച് അവരെയും നിത്യജീവൻ്റെ ഉടമയാക്കി മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസം അല്ലെങ്കിൽ ബൈബിൾ വിശ്വാസം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റുള്ള ആളുകളെയും കൂടെ ഈ വിശ്വാസധാരയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പാപം എന്നുള്ളത് മനുഷ്യവർഗത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അതിനെക്കുറിച്ചും സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ സകല വംശങ്ങൾക്കും അപമാനം. ഏതോ മനുഷ്യ വംശത്തെ എടുത്തു നോക്കിയാലും, അത് വർഗം, ജാതി, ഭാഷ, ഗോത്രം എന്നിങ്ങനെയൊക്കെ, പണ്ഡിതൻ, പാമരൻ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ വേർതിരിച്ച് നോക്കിയാലും ഇവരിലെല്ലാം പൊതുവായി കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് പാപസ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ പാപവും പേറി ജീവിക്കുക എന്നുള്ളത്. ഇത് സകല മനുഷ്യരിലും കാണപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഭൂമുഖത്തുള്ള സകല മനുഷ്യരും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടിയിട്ട് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവമാക്കി വെച്ചിട്ടുള്ള നിത്യതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ നിത്യത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഭൂമിയിലുള്ള ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നാലും, മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിലൊക്കെ ഒരു നിത്യത എന്ന് പറയുന്ന ഒരു താല്പര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാ മനുഷ്യരിലും കാണാം. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മനുഷ്യർ ഒരു രോഗം വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ആശുപത്രികൾ വർദ്ധിച്ചു വരുവാനുള്ള കാരണം പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും തന്നെയും നിത്യമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മരിച്ചു പോക്കോട്ടെ എന്നാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ആശുപത്രിയിൽ പോകുമോ? പോവില്ല. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിത്യത ഉണ്ട്. ഇതിനെക്കുറിച്ചും വചനം പറയുന്നുണ്ട്. സഭാപ്രസംഗി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുന്ന്, അതായത് ദൈവം, സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ആദിയോടന്തം ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് കഴിവില്ല. അതായത് നിത്യത ഉള്ളിൽ വെച്ചിട്ടുണ്ട്, എന്നാൽ ഈ നിത്യത പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് കഴിവില്ല. കഴിയില്ല എന്നല്ല, കഴിവില്ല എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യരിൽ സ്വതസിദ്ധമായിട്ട്, അതായത് ജന്മപ്രകൃതത്തിൽ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രകൃതം മനുഷ്യ ശിശുക്കളിൽ കാണുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാമല്ലോ, മിക്കവാറും ഭവനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ തങ്ങളുടെ കരച്ചിലിലൂടെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി അവരത് പ്രകടിപ്പിക്കുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു കരച്ചിൽ നടത്താറില്ല. ഒരു കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്ത് കാണാറില്ല. കാരണം അങ്ങനെയൊന്നും ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിപരമായിട്ട് വെക്കുന്നില്ല. എന്നാൽ അവൻ വളർന്നു വരുമ്പോഴാണ് ഈ പ്രകൃതിയെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒക്കെ ഒരു ചിന്ത മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ അവൻ്റെ ഉള്ളിൽ രൂപപ്പെടുവാൻ ഇടയാകുന്നത്. അങ്ങനെ അവർ ഏത് തരത്തിലുള്ള മതവിശ്വാസ ഉള്ള ഭവനത്തിലാണോ ജനിച്ചു വളരുന്നത്, അങ്ങനെ ഒരു മതവിശ്വാസത്തിലൂടെ അവർ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയാകും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് കേട്ടതുകൊണ്ട് നിത്യജീവൻ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ബൈബിളാണ് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഈ കാര്യത്തിൽ നൽകുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതായത് ബൈബിളിൻ്റെ പുതിയ നിയമഭാഗത്ത് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്:
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യരെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്തിട്ടുള്ളൊരു കാര്യം തൻ്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, മനുഷ്യന് നിത്യത ഒരുക്കുവാനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ കേട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെങ്കിൽ ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണം ഈ കൊച്ചു വീഡിയോയിലൂടെ നൽകുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അതായത് നിങ്ങൾ ആരിൽ നിന്നും കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തു ഏത് തരത്തിലുള്ള മനുഷ്യനായിരുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിധത്തിലുള്ള ജനനത്തെ ഈ ഭൂമിയിൽ കാണിച്ചു തരുമ്പോൾ യേശുക്രിസ്തു ഇതിലൂടെ തന്നെക്കുറിച്ച് തന്നെ എന്താണ് പ്രതിപാദിക്കുവാൻ ആഗ്രഹിച്ചത് എന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ നന്മകളും നൽകി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആമേൻ.